ഇനി നമുക്ക് മലപ്പുറം സ്റ്റൈലിൽ ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ. ഇത് ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന നീട്ടിയൊരു കറിയാട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ചാറ് കറി അങ്ങനെയല്ലേ. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ സവാളയും കറിവേപ്പിലയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തിയില്ലേ, നമ്മുടെ ചെറിയ മത്തി, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ചെറിയ മത്തി അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി ഉലുവയാണ് ആദ്യം പൊട്ടിക്കുന്നത്. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതോ നമ്മൾ പേസ്റ്റാക്കിയിട്ട് പിന്നെ മിക്സിയിൽ അടിച്ചെടുത്തതോ എങ്ങനെയാണെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അതൊരു 1.5 ടീസ്പൂൺ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലില്ലേ അത് മാറി വരുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ സവാളയാണ് ആഡ് ചെയ്യുന്നത്. വലിയ സവാളയൊന്നും എടുക്കണ്ട, ഒരു ചെറുത്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഇല്ലേ, കൊച്ചുള്ളി, അതാണെങ്കിലും കുറച്ച് തൊലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞി സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ഉള്ളിയോട് വേണ്ട. എന്നിട്ട് നന്നായിട്ടാണ് വഴറ്റിയെടുക്കുക. വഴറ്റിയിട്ട് അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ടൊരു പിങ്കിഷ് കളറിലേക്ക് ഒന്നിട്ട് സോഫ്റ്റ് ആയിട്ട് വരില്ലേ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസുള്ളത്. അതും ആഡ് ചെയ്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുകയാണ്. തക്കാളി നല്ല ഉടഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂണും പിരിയമുളക് പൊടി 1 ടീസ്പൂണും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് എരിവിനനുസരിച്ചിട്ട് കൂടുതൽ നമുക്ക് എരിവുള്ള മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കുട്ടികളൊക്കെ കൂട്ടുന്നതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് എരിവാക്കിയിട്ടില്ല. എന്നിട്ട് ഈ ഒരു സ്റ്റേജ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എണ്ണയിലിട്ടിട്ട് ആ ഒരു മുളകിൻ്റെയൊക്കെ പച്ച സ്മെല്ലൊന്ന് മാറ്റിയിട്ട് ഇച്ചിരി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമല്ലേ, ആ ഒരു ടൈമിലാണ് പുളി ആഡ് ചെയ്യേണ്ടത്. ഒരു നെല്ലിക്ക വലുപ്പത്തിനേക്കാളും കുറച്ചും കൂടിയും പുളി എടുത്തിട്ടുണ്ട്. ഇച്ചിരി പുളി വേണം, എന്നാലാണ് ഈ കറി ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ പുളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്, കാരണം ഇതൊരു നീട്ടി കറിയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും ചേർക്കണം ഈ ഒരു സ്റ്റേജിൽ. എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളക്കാനായിട്ട്. ഇങ്ങനെ വെട്ടിത്തിളച്ച് വരണം കേട്ടോ. വെട്ടിത്തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ മത്തിക്കുട്ടന്മാരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കുഞ്ഞു മത്തി കേട്ടോ. വറുത്താലും കറി വെച്ചാലും വറ്റിച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ മത്തി. എന്നിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഉപ്പൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ തിള വരും. എന്നിട്ട് നമുക്ക് ചെറു തീയിലാക്കിയിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ മീനൊക്കെ വേവും. കുഞ്ഞു മീനുകളല്ലേ. കറി ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാട്ടോ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയാണ്. ഒഴിച്ച് കറിയാണ്. നല്ല കറി ഇങ്ങനെ കുഴച്ച് നമുക്ക് തോരനൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാം. അപ്പം ഞങ്ങളുടെ ഈ മലപ്പുറം സ്റ്റൈൽ മത്തിച്ചാറ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻസ് അറിയിക്കുക. ഫേസ്ബുക്കിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ബൈ.